അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നീക്കത്തിന് തടയിട്ട മറ്റൊരു ഫെഡറൽ കോടതി കൂടി. മേരിലാൻഡിലെ ഒരു ഫെഡറൽ ജഡ്ജിയാണ് ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തിന് തടയിട്ടത്. ട്രംപിന്റെ ഉത്തരവ് രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരുന്നത് തടയുന്ന രാജ്യവ്യാപകമായ പ്രാഥമിക നിരോധനം ജഡ്ജി പുറപ്പെടുവിച്ചു. ഗ്രീൻബെൽറ്റിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ഡെബോറ ബോർഡ്മാന്റേതാണ് ഈ നടപടി. ഇന്ന് US മണ്ണിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ ഒരു US പൗരനാണ്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവും പാരമ്പര്യവും. ഈ കേസ് തീർപ്പാക്കുന്നതുവരെ നിലവിലുള്ള സ്ഥിതി തന്നെ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ സിയാറ്റിൽ ആസ്ഥാനമായുള്ള ഫെഡറൽ ജഡ്ജി ജോൺ കോഫ്നറും ട്രംപിന്റെ ഉത്തരവിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ജനുവരി 23 പുറപ്പെടുവിച്ച സിയാറ്റിൽ കോടതി വിധിയിൽ ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് 14 ദിവസത്തെ താൽക്കാലിക വിരാമമാണ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ ഉത്തരവിനെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് കോഫ്നർ വിശേഷിപ്പിച്ചത്. വ്യവഹാരം തീർപ്പാക്കുന്നതുവരെ പ്രാബല്യത്തിൽ തുടരുന്ന ഒരു പ്രാഥമിക നിരോധനാജ്ഞ പുറപ്പെടുവിക്കണോ എന്ന് പരിഗണിക്കാൻ സിയാറ്റിൽ കോടതി വീണ്ടും ചേർന്നിരുന്നു. അതേസമയം നിലവിൽ ബോർഡ്മാന്റെ ഉത്തരവ് ട്രംപിന്റെ നയത്തെ എതിർക്കുന്നവർക്ക് ദീർഘകാല ആശ്വാസം നൽകുന്നതാണ്. ജനുവരി 20 അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഒപ്പുവെച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവായിരുന്നു ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ. അമേരിക്കയിൽ ജനിച്ച കുട്ടികളുടെ അമ്മയോ അച്ഛനോ US പൗരനോ നിയമാനുസൃത സ്ഥിര താമസക്കാരനോ അല്ലാത്ത പക്ഷം അവരുടെ പൗരത്വം റദ്ദാക്കാൻ US ഏജൻസികളോട് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയുടെ ലംഘനമാണ് ട്രംപിന്റെ ഉത്തരവെന്ന് കുടിയേറ്റ അവകാശ സംഘടനകളായ കാസ, അസൈലം സീക്കർ അഡ്വക്കസി പ്രൊജക്ട് എന്നിവയുടെ അഭിഭാഷകർ വാദിച്ചു. ട്രംപിന്റെ ഉത്തരവിനെ വെല്ലുവിളിച്ച് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ, കുടിയേറ്റക്കാരുടെ അവകാശ വക്താക്കൾ, ഗർഭിണികളായ അമ്മമാർ എന്നിവർ ചേർന്ന് 8ഓളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ജന്മാവകാശ പൗരത്വം ട്രംപ് റദ്ദാക്കിയതിനെതിരെ നേരത്തെ തന്നെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ രംഗത്തെത്തിയിരുന്നു. 22 സംസ്ഥാനങ്ങളാണ് ട്രംപിന്റെ നീക്കത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വം. ഇതിനിടയിൽ പലസ്തീൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയുമായി സൗദി അറേബ്യ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീനിലെ ഗാസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു സൗദി അറേബ്യ.